വൈറൽ ബ്യൂട്ടി ടിപ്സ് റിവ്യൂ മലയാളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത് ടിപ്സ് ഫോർ യു എ ടു ഇസഡ് എന്ന ചാനലിലെ ഗീതു പറഞ്ഞു തന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ്. അപ്പോൾ നാച്ചുറൽ ഫേസ് പാക്കാണ്, ഇരുണ്ട നിറമുള്ളവർക്ക് നിറം കൂട്ടാനായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഈ പാക്കിന് മെയിനായിട്ട് വേണ്ടത് ഓറഞ്ച് തൊലിയുടെ പൗഡറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓറഞ്ച് തൊലി നന്നായിട്ട് ആദ്യം കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ അതിൽ വല്ല പൊടികളോ ഇല്ലെങ്കിൽ വിഷാംശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം ആദ്യം കേട്ടോ. ഓറഞ്ചിൻ്റെ സീസൺ ആയ സമയത്താട്ടോ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഓറഞ്ച് തൊലി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ഈ കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു ഓറഞ്ച് തൊലി ഉണങ്ങിക്കിട്ടും. അപ്പം ഞാനിവിടെ ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക്, ഒരു മൂടി പോലത്തെ പാത്രത്തിലേക്ക് ഞാൻ ഈ ഓറഞ്ച് തൊലി വെട്ടിയിട്ടത് അല്ലെങ്കിൽ മുറിച്ചിട്ടത് നന്നായിട്ട് വിടർത്തി ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വിടർത്തി ഇട്ടിട്ട് ഇത് നമുക്ക് ഇനി വെയിലത്ത് കൊണ്ട് വയ്ക്കാം. അപ്പം നല്ല വെയിലുള്ള സമയത്ത് നമ്മുടെ ടെറസിൻ്റെ മേളിൽ കൊണ്ട് വെച്ചാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇളം ചൂടോടെ തന്നെ ഇത് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അപ്പോൾ തന്നെ അത് പൊടിച്ചെടുക്കാൻ നോക്കുക. നന്നായിട്ട് പൊടിഞ്ഞും കിട്ടും. ഓറഞ്ച് സീസൺ ആയതുകൊണ്ട് കുറേ ഓറഞ്ച് തൊലി ഇങ്ങനെ വെറുതെ കളഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് ഈ ഓറഞ്ച് തൊലി വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഞാനിനി ഗീതു പറഞ്ഞ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ ഓറഞ്ച് പൊടിച്ചത്, അതായത് ഓറഞ്ച് തൊലി പൊടിച്ചത്, അപ്പോൾ അതൊന്ന് ചേർക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. നല്ല ചൂടോടെ തന്നെ, അത് ഇളം ചൂടോടെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ഞാൻ 1 ടീസ്പൂൺ ഓറഞ്ച് തൊലി പൊടിച്ചത് എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ശുദ്ധമായ തേനാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു 2 സ്പൂണോളം ഞാൻ പിന്നെ ചേർത്തത് നല്ല വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ. അപ്പോൾ 2 സ്പൂണോളം തൈര് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യണം. ഈ ഒരു ഫേസ് പാക്ക് ബാക്കി വരാണെങ്കിൽ, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ബാക്കി വരാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസം കേടുവരാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ എൻ്റെ ഫേസിലുള്ള മാർക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചുണ്ടിൻ്റെ താഴെ എൻ്റെ ഫേസിലായിട്ട് കറുത്ത പാടുകൾ ഉണ്ട്. അതുപോലെ തന്നെ കവിളിൻ്റെ സൈഡിൽ 2 സൈഡിലായിട്ടും ഇതുപോലത്തെ കറുത്ത പാടുകളുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ ഒരു കളർ ചേഞ്ച് ഉണ്ട് ആ ഭാഗത്ത് മാത്രമായിട്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഇനി മുഖത്ത് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ബ്ലാക്ക് കളർ ഉള്ള ഭാഗത്ത് കൂടുതൽ നമ്മുടെ ആ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫേസ് ആദ്യത്തെ ദിവസം തന്നെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്താണ്. ഡേ 1, ഡേ 2 അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്ത ദിവസങ്ങളിൽ ഒരു ഫേസിൽ വന്ന ചേഞ്ച് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണും ഓൾ ആക്കി വെച്ചാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഞാനിത് ഒരു 5 വട്ടമെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെ പ്രിയസ് വേൾഡിൻ്റെ പിരികം തിക്കാവാനുള്ള ഒരു ടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഡേ 5 ആയപ്പോൾ തന്നെ എൻ്റെ ഒരു സ്കിന്നിന് നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡേ 1 മുതൽ ഡേ 2 വരെയുള്ള ഡിഫറൻസ് കാണാം. കവിളിൻ്റെ സൈഡിലും ചുണ്ടിൻ്റെ സൈഡിലും ആ ബ്ലാക്ക് കളറിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ സ്കിന്നും നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗീതുവിൻ്റെ ഈ ഒരു ടിപ്പിന് ഫുൾ മാർക്ക് തന്നെ കൊടുക്കാം. പക്ഷേ എനിക്കൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ചെറിയ പിമ്പിൾ ഇതുപോലെ കവിളത്ത് 2 സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ടിപ്സ് ഫോർ യു എ ടു ഇസഡ് എന്ന ചാനലിൽ ഫുൾ ഹെയർ കെയറിങ് വീഡിയോസ് ഉണ്ടാവും, ബ്യൂട്ടി ടിപ്സ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.